സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 2. പാളയമടിക്കേണ്ട ക്രമം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോടുകൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം. അമ്മിനാദാബിൻ്റെ മകൻ നഹ്ഷോൻ്റെ നേതൃത്വത്തിലുള്ള യൂദാഗോത്രം സൂര്യൻ ഉദിക്കുന്ന കിഴക്കുദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 74,600 പേർ. അതിനടുത്ത് സുവാറിൻ്റെ മകൻ നെത്താനേലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹേലോൻ്റെ പുത്രൻ എലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലോൺ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 57,400 പേർ. യൂദായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ഷെദയൂറിൻ്റെ മകൻ എലിസൂറിൻ്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്കുഭാഗത്ത് പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 46,500 പേർ. അതിനടുത്ത് സുരിഷിദായുടെ പുത്രൻ ഷെലൂമിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ശിമെയോൻ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 59,300 പേർ. അതിനപ്പുറം റെവുവേലിൻ്റെ പുത്രൻ എലിയാസാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 45,650 പേർ. റൂബൻ പാളയത്തിൽ ആകെ 1,81,450 പേർ. അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരം അടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. അമ്മിഹൂദിൻ്റെ മകൻ എലിഷാമായുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനടുത്ത് പെദസൂറിൻ്റെ മകൻ ഗമാലിയേലിൻ്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 32,200 പേർ. അതിനപ്പുറം ഗിദെയോനിൻ്റെ പുത്രൻ അബിദാൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 35,400 പേർ. എഫ്രായിം പാളയത്തിലാകെ 1,80,100 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമ്മിഷദ്ദായുടെ മകൻ അഹിയേസാറിൻ്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്കുഭാഗത്ത് പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 60,700 പേർ. അതിനടുത്ത് ഒക്രാൻ്റെ മകൻ പഗിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ആഷേർ ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 41,500 പേർ. അതിനപ്പുറം ഏനാൻ്റെ മകൻ അഹീറായുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം, അവൻ്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിൻ്റെ പാളയത്തിലാകെ 1,57,600 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമമനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ 6,03,550. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു. ദൈവവചനമാണ് നാം കേട്ടത്.